ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ റിവ്യൂയോട് കൂടി നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. വിഷു വിന്നർ ഏത് സിനിമയാണെന്നുള്ള സത്യാവസ്ഥയാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഒരുപാട് റിവ്യൂസ് കേട്ടു ഞാൻ ഈ സിനിമയെക്കുറിച്ച്. ഈ സിനിമ വിജയിക്കണമെങ്കിൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ ദയവ് ചെയ്ത് ഭരതനാട്യം മോഹിനിയാട്ടം സിനിമ പോയിട്ട് കാണൂ. കാരണം ഈ സിനിമ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. വാഴ 2-നെക്കാട്ടും മികച്ചതാണ് ഈ സിനിമ എന്ന് പലരും പറയുന്നുണ്ട്. പല ഡിസ്കഷൻ ഫോറംസിലും വാഴ 2-നെ കടത്തി വെട്ടി മോഹിനിയാട്ടം സിനിമ മുന്നേറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു സിനിമ ഞാൻ കാണാൻ വേണ്ടി ഒരാഴ്ചയ്ക്ക് ശേഷം 6 ദിവസം മറ്റേ ആയിട്ടുണ്ട് റിലീസ് ചെയ്തിട്ട്. അതിനുശേഷം ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പോവുകയുണ്ടായി. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് വരികയും വലിയൊരു പരാജയമാകുകയും OTT-യിൽ ഈ സിനിമ വന്നതിന് ശേഷം ക്രിട്ടിക്കലി ആൾക്കാരുടെ ഇടയിൽ നിന്ന് വളരെ നല്ല റെസ്പോൺസസ് കേട്ടതാണ്. അപ്പോൾ ആ ഒരു പ്രചോദനത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു സെക്കൻഡ് പാർട്ട് സിനിമ അവർ ഇറക്കിയിരിക്കുന്നത്. സൈജു കുറുപ്പാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ മറ്റേ പഴയ സിനിമയിലുള്ള ടീംസ് എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ സുരാജ് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ സിനിമയിലുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഒരു 5-8 ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഈ സിനിമയിലുണ്ട്. എല്ലാവർക്കും ഈക്വൽ വെയിറ്റേജ് ഉള്ള പെർഫോമൻസ് ചെയ്യാനുള്ള സ്കോപ്പൊക്കെ ഡയറക്ടർ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കും ഈ സിനിമ കാണാൻ പോയിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് വിചാരിക്കായിരുന്നു, ഓക്കെ ഒരു ലെവലിലാണല്ലോ പോകുന്നത്. അങ്ങനെ ഭീകരമായിട്ടുള്ള പ്ലോട്ട് ഇഷ്ടോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ നമ്മളങ്ങ് എലിവേറ്റ് ചെയ്ത് ത്രസിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലൊന്നും ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യം തന്നെ. പക്ഷെ കുറച്ച് നേരം നിങ്ങളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യൂ. അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് സുരാജിന്റെ കുറച്ച് സംഭവങ്ങൾ, സുരാജിന്റെ ക്യാരക്ടർ കിട്ടിലനായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി വേണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു കിട്ടിലൻ പെർഫോമൻസിന്റെ ഒരു അറ്റം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവത്തിന്റെ ഒരു പോക്ക് എന്താണെന്നുള്ളൊരു സംഭവം മനസ്സിലാവും. ഈ സിനിമ ഒരു സ്പീഡ് ട്രാക്കിലേക്ക് സംഭവം കയറി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പോക്കാണ്. ഡാർക്ക് ഹ്യൂമർ ഉണ്ട്, ഒരുപാട് എലമെന്റ്സ്. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിന്റെയും സിറ്റുവേഷൻ കോമഡി. നമ്മൾ ഇതിന്റെ പ്ലോട്ട് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. ഇങ്ങനത്തെ ഈ ഒരു സിനാരിയോനെ വെച്ച് കാണിച്ചിട്ടുള്ള എത്രയോ സിനിമകൾ മുന്നുണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഉണ്ടായിട്ടുണ്ടാവും, മലയാളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു സിനിമയെ തന്നെ ഒരു സീന് തന്നെ ഈ ഒരു സംഭവത്തിനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കാം ഉണ്ടായിട്ടുണ്ടാകുന്നത്. പക്ഷെ ഈ ഒരു ഹോൾ സിനിമ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തുടർന്ന് ഉണ്ടാവുന്ന ഈ ഒരു സംഭവത്തിനെ കുറിച്ച് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് മുഴുവൻ കാണിച്ചിരിക്കുന്നത്. അതിന്റെ സിറ്റുവേഷൻസിൽ ഉണ്ടാവുന്ന ഒരു കോമഡിയാണ്. അത് നല്ല രസമാണ്, നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. 2 മണിക്കൂർ 25 മിനിറ്റ് ഉണ്ട്. അത് ചിലപ്പോൾ കുറച്ചൊന്ന് ദൈർഘ്യം അധികമാണോ എന്നൊക്കെ എനിക്ക് ആദ്യത്തെ ഒരു 30 മിനിറ്റിൽ തോന്നി. പക്ഷെ വീണ്ടും ഇത് ട്രാക്കിലായ സമയത്ത് നമുക്കിത് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഇനിയും കാണണം എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. സിനിമ ആസ് എ മൂവി ഡയറക്ടർ വിജയിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യത്തെ 30 മിനിറ്റിൽ ഞാൻ ചിരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അധികമായിട്ട്. പക്ഷെ പ്രേക്ഷകർ മുഴുവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. 30 മിനിറ്റിന് ശേഷം ഞാനും ഇതിന്റെ ട്രാക്കിലോട്ടൊക്കെ ആയതിനു ശേഷം എനിക്കും ചിരി പൊട്ടിയ ഒരുപാട് സന്ദർഭങ്ങൾ. ഈ വർഷം ഒരു മലയാള സിനിമ കാണാൻ പോയിരുന്നിട്ട് ഇത്രത്തോളം ചിരിച്ചതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. അതുപോലെ തന്നെ ഈ വർഷം ഞാൻ കണ്ട 8 സിനിമയാണ് ഞാൻ 8 സിനിമ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുള്ളൂ. അതിൽ 6 സിനിമ മലയാളം കണ്ടിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സിനിമകളായിരുന്നു ആ ഒരു 6 സിനിമയും. കഴിഞ്ഞ അവസാനമായിട്ട് കണ്ടത് ആ സുഖമാണ് എന്തോ മറ്റായിരുന്നു അവസാനം കണ്ടത്. അതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഷോർട്ട് ഫിലിമിനെക്കാട്ടും താഴ്ന്ന നിലവാരത്തിൽ തോന്നിയൊരു സിനിമയാണ്. പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കണ്ട ബെസ്റ്റ് മലയാളം സിനിമ. ഇന്നും ഈ വർഷം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മൂവിയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ദുരന്തർ 2 ആണ്. അത് പിന്നെ ഏതാ ലെവലിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൽ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്, എല്ലാവർക്കും നല്ല സ്പേസ് ഉണ്ട്. ആ ഒരു സംഭവം, നമ്മളൊരു സൈജു കുറുപ്പാണ് ഹീറോ എന്ന് പറഞ്ഞിട്ട് ഒരാളങ്ങ് മാറ്റി നിർത്തിയിട്ടിരിക്കുകയല്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പെർഫോം ചെയ്യാനും എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഈ സിനിമക്കുണ്ട്. അതുപോലെ തന്നെ ബേബി ജീനൊക്കെ ആക്ടറായിട്ട് നല്ല എന്താ പറയുക ഫ്യൂച്ചർ ഉണ്ട് എന്ന് പറയേണ്ടി വരും കേട്ടോ. നല്ല ഇങ്ങനത്തെ ഒരു റോളൊക്കെ, ഒരു നാടൻ ഇതായിട്ടുള്ള ഒരു റോളൊക്കെ വളരെ പക്വതയോട് കൂടി തന്നെ ബേബി ജീൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കോമഡി വരുത്തേണ്ട സമയത്തൊക്കെ പുള്ളി വരുത്തിയിട്ടുണ്ട്. അത് വെറുതെ ഇങ്ങനെ കോസ്റ്റ് കാണിച്ചിട്ടോ അങ്ങനത്തെ ഒന്നും അല്ല. പുള്ളി തന്നെ നല്ല സിറ്റുവേഷണൽ കോമഡി എന്നൊക്കെ പറയില്ല, നമ്മൾ പണ്ട് ശ്രീനിവാസിന്റെ ഒക്കെ സിനിമയിലൊക്കെ തോന്നുന്നതിന്റെ ആ ഒരു കൈൻഡ് ഓഫ് മൂവി കോമഡീസ് ആണ് ഇതിൽ നമുക്ക് കൂടുതലായിട്ടും ഭരതനാട്യം മോഹിനിയാട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറേ പഴയ നമ്മുടെ സന്തോഷ് അവരൊക്കെ ഉണ്ടായിരുന്നു, നല്ല റോള് തന്നെയാണ് പുള്ളിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതുപോലെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകാൻ കഴിയുന്ന ഒരു സിനിമ, ടോട്ടലി വെർത്ത് ഇറ്റ്, പൈസ ഒരിക്കലും നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീല് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ബോറടിച്ചിരിക്കേണ്ട അവസ്ഥയും ഉണ്ടായിട്ടില്ല. നല്ല ട്രാക്കിലായതിനു ശേഷം നല്ല രീതിയിൽ തന്നെയാണ് പോയിട്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് സുരാജിന്റെ പെർഫോമൻസ് ഒക്കെ വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ക്യാരക്ടർ ആകൊണ്ടാണ് ഇത്രയും നേരം ആൾക്കാർ മുഴുവൻ പ്രശ്നത്തിലാവുന്നത്, പ്രശ്നത്തിൽപ്പെടുന്നത്. അങ്ങനത്തെ പല സംഭവങ്ങളും പുള്ളി തന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ നല്ലൊരു രസമായിരുന്നു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നല്ല നിലവാരം തോന്നിയിട്ടുണ്ടായിരുന്നു. ഈവൺ സെറ്റും കാര്യങ്ങളും എല്ലാം, മേക്കപ്പും അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി ഒക്കെ നല്ല നല്ല ക്രിസ്റ്റൽ ഇതായിട്ടുള്ള, എന്താ പറയുക, നല്ലൊരു രസം ഉണ്ടായിരുന്നു നല്ല കാണാൻ വേണ്ടിയിട്ട്. നല്ല അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സംഭവങ്ങളായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ബേസിക്കലി വിഷു വിന്നർ ഈ ഭരതനാട്യം മോഹിനി ആട്ടം തന്നെയാണ്. അതിൻ്റെ ഒരു സ്കെയിലും സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു സിനിമ വന്ന് ഇങ്ങനെ ആൾക്കാരുടെ മനസ്സിൽ ചിരി നൽകുന്നുണ്ടെങ്കിൽ വാഴേനെയൊക്കെ കടത്തി വെട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ കമൻസ് ആയിട്ടിടും. അതുപോലെ തന്നെ വിഷു വിന്നറായിട്ട് ഏത് സിനിമയാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അതുപോലെ തന്നെ ഏതെങ്കിലും മൂവി കണ്ട് റിവ്യൂസ് നിങ്ങൾക്ക് ഞാൻ ഇടണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ഔട്ട്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ഗൈസ് ആൻഡ് ബൈ ബൈ.